നമസ്കാരം. മാറ്റ ഓൺലൈൻ അക്കാഡമിയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ പറഞ്ഞതുപോലെ സയൻസ് ആൻഡ് ടെക്നോളജി ക്ലാസ്സസ് ആരംഭിക്കുകയാണ്. ഇനി വരാൻ പോകുന്ന യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ഉൾപ്പെടെയുള്ള ഡിഗ്രി ലെവൽ പ്രിലിംസ് പരീക്ഷയ്ക്കായിട്ട്. അപ്പോൾ സയൻസ് ആൻഡ് ടെക്നോളജിയിൽ ഇന്ന് ഞാൻ ഇടുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് പ്രൊമിനന്റ് ഇന്ത്യൻ സയന്റിസ്റ്റ്. നമ്മുടെ സയൻസ് ആൻഡ് ടെക്നോളജി സിലബസിന്റെ ഏറ്റവും ഫസ്റ്റ് പാരഗ്രാഫിൽ തന്നെയുള്ള ടോപ്പിക്കാണ് പ്രൊമിനന്റ് ഇന്ത്യൻ സയന്റിസ്റ്റ്. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ശാസ്ത്രജ്ഞന്മാരെ പറ്റി ചോദിക്കാറുണ്ട്. പ്രസ്താവന ചോദ്യം ചോദിക്കാറുണ്ട്, ചേരുമ്പടി ചേർക്കുന്ന രീതിയിൽ ചോദിക്കാം. ഇനി അതല്ല വൺ വേർഡ് ക്വസ്റ്റ്യൻ ആയിട്ടാണെങ്കിലും ചോദിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആരംഭിക്കാം. ഒന്നാമത്തെ ക്ലാസ് ആണ്. അപ്പോൾ ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് CV രാമനെ കുറിച്ചാണ്. അപ്പോൾ CV രാമന്റെ മുഴുവൻ പേര് ചന്ദ്രശേഖര വെങ്കിട്ടരാമൻ. അപ്പോൾ CV രാമൻ എന്താണ്? ചന്ദ്രശേഖര വെങ്കിട്ടരാമൻ. അദ്ദേഹത്തിന് 1930 കേട്ടോ നൊബേൽ സമ്മാനം ലഭിക്കുന്നത്. രാമൻ ഇഫക്റ്റ് കണ്ടുപിടിച്ചതിനാണ് നൊബേൽ സമ്മാനം കിട്ടുന്നത്. നമുക്കറിയാം, നൊബേൽ സമ്മാനം ലഭിക്കുന്ന ആദ്യ ഭൗതിക ശാസ്ത്രത്തിൽ നൊബേൽ സമ്മാനം ലഭിക്കുന്ന ആദ്യ ഇന്ത്യക്കാരൻ അല്ലെങ്കിൽ ഏഷ്യക്കാരൻ അതാരാണ്? CV രാമനാണ്. ഫിസിക്സ് അഥവാ ഭൗതിക ശാസ്ത്രത്തിൽ നൊബേൽ സമ്മാനം ലഭിക്കുന്ന ആദ്യ ഇന്ത്യക്കാരൻ അല്ലെങ്കിൽ ഏഷ്യക്കാരൻ CV രാമൻ. 1930 നൊബേൽ സമ്മാനം ലഭിച്ചു. രാമൻ ഇഫക്റ്റ് കണ്ടുപിടിച്ചിട്ട്. എന്താണ് രാമൻ ഇഫക്റ്റ്? പ്രകാശം ഒരു സുതാര്യമായ മാധ്യമത്തിലൂടെ കടന്നു പോകുമ്പോൾ, ഇപ്പം ഗ്ലാസ് ഒക്കെ പോലുള്ള ഒരു സുതാര്യ വസ്തുവിലൂടെ കടന്നു പോകുമ്പോൾ നമുക്കറിയാം പ്രകാശം 7 ഘടകവർണ്ണങ്ങളായിട്ട് പിരിയും. അതാണ് വിബ്ജിയർ, വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ്. അങ്ങനെ 7 ഘടകവർണ്ണങ്ങളായി പിരിയുമ്പോൾ അവിടെ തരംഗദൈർഘ്യത്തിൽ ചെറിയൊരു വ്യത്യാസം വരും. ദർ ഇസ് എ ഷിഫ്റ്റ് ഇൻ ഫ്രീക്വൻസി അല്ലെങ്കിൽ തരംഗദൈർഘ്യം. അതിനെയാണ് നമ്മൾ രാമൻ ഇഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പം ഇത്രയും പഠിച്ചാൽ മതി കേട്ടോ. ബാക്കിയൊക്കെ ഹയർ ക്ലാസ്സസിലൊക്കെ തിയറി ആയിട്ടൊക്കെ പഠിക്കാനുള്ളതാ. നിങ്ങൾ ഇത്രയും പഠിച്ചാൽ മതി. അതായത് ഒരു സുതാര്യ മാധ്യമത്തിലൂടെ കടന്നു പോകുന്ന പ്രകാശത്തിന് പ്രകീർണനം അഥവാ ഡിസ്പേർഷൻ സംഭവിക്കുമ്പോൾ 7 ഘടകവർണ്ണങ്ങളായി തിരിയുന്നു. അപ്പോൾ അവിടെ സ്വാഭാവികമായിട്ടും ഒരു തരംഗദൈർഘ്യത്തിൽ ഒരു വ്യത്യാസം അനുഭവപ്പെടും. അപ്പോൾ ഇതാണ് രാമൻ ഇഫക്റ്റ്. അപ്പോൾ നമ്മൾ എന്തൊക്കെ പഠിച്ചു CV രാമനെ കുറിച്ച്? അദ്ദേഹത്തിന്റെ മുഴുവൻ പേര് ചന്ദ്രശേഖര വെങ്കിട്ടരാമൻ എന്നാണ്. ഭൗതിക ശാസ്ത്രത്തിൽ നൊബേൽ സമ്മാനം ലഭിച്ച ആദ്യ ഇന്ത്യക്കാരൻ അല്ലെങ്കിൽ ഏഷ്യക്കാരൻ CV രാമനാണ്. 1930 അദ്ദേഹത്തിന് നൊബേൽ സമ്മാനം ലഭിക്കുന്നത് രാമൻ ഇഫക്റ്റ് കണ്ടുപിടിച്ചതിന്. 1954 അദ്ദേഹത്തിന് ഭാരതരത്നം ലഭിച്ചു. അപ്പം 30 നൊബേൽ സമ്മാനം, 54 ഭാരതരത്നം. ഇനി വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് അടുത്ത ചോദ്യം. എവിടെയാണ് രാമൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആസ്ഥാനം? ബാംഗ്ലൂരാണ്. നിലവിൽ വന്നത് 1948. അപ്പൊ രാമൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് നിലവിൽ വന്നത് 1948 ബാംഗ്ലൂരിലാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 1948 ബാംഗ്ലൂരാണ് രാമൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് നിലവിൽ വരുന്നത്. ഓക്കെ, അപ്പൊ ഇനി അടുത്ത ഞാൻ പറയുന്ന രാമൻ ഇഫക്റ്റ് എന്താണെന്നാണ് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. പ്രകാശം സുതാര്യമായ ഒരു മാധ്യമത്തിലൂടെ കടന്നു പോകുമ്പോൾ ആ പ്രകാശത്തിനുണ്ടാകുന്ന പ്രകീർണനം, ആ പ്രകീർണന ഫലമായിട്ട് ലഭിക്കുന്ന ഘടകവർണ്ണങ്ങൾക്ക് തരംഗദൈർഘ്യത്തിൽ ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും. ഇതിനെയാണ് രാമൻ ഇഫക്റ്റ് എന്ന് പറയുന്നത്. സോ ചന്ദ്രശേഖര വെങ്കിട്ട രാമനാണ് ഭൗതിക ശാസ്ത്രത്തിൽ നൊബേൽ സമ്മാനം ലഭിച്ച ആദ്യ ഇന്ത്യക്കാരൻ അല്ലെങ്കിൽ ഏഷ്യക്കാരൻ. 1930 ഭൗതിക ശാസ്ത്രത്തിന് നൊബേൽ സമ്മാനം ലഭിക്കുന്നത്. 1954 ഭാരതരത്നവും ലഭിച്ചു. രാമൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് 1948 ബാംഗ്ലൂരിലാണ് സ്ഥാപിതമായത്. പിന്നെ രാമൻ ഇഫക്റ്റ് എന്താണെന്ന് നോക്കുക. അപ്പൊ ഇത്രയുമാണ് ഒന്നാമത്തെ സയന്റിസ്റ്റായ CV രാമനെ കുറിച്ച് പറയാനുള്ളത്. അടുത്തത് MS സ്വാമിനാഥൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ്, ഫാദർ ഓഫ് ഗ്രീൻ റവല്യൂഷൻ ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് MS സ്വാമിനാഥനാണ്. അപ്പൊ ഹരിത വിപ്ലവം പ്രധാനമായിട്ടും ഉണ്ടായിട്ടുള്ളത് ഗോതമ്പ് വിളകൾക്കാണ് അല്ലെ. ഒരു വലിയൊരു പ്രൊഡക്ഷൻ ഉണ്ടായിട്ടുള്ള ഗോതമ്പ് വിളകൾക്കാണ്. അപ്പൊ MS സ്വാമിനാഥൻ കണ്ടെത്തി അല്ലെങ്കിൽ വികസിപ്പിച്ച അത്യുൽപാദന ശേഷിയുള്ള 2 ഗോതമ്പ് വിളകളാണ് കല്യാൺ സോന അതുപോലെ സൊണാലിക. അത് ചോദിക്കാൻ സാധ്യതയുണ്ട്. MS സ്വാമിനാഥൻ വികസിപ്പിച്ചെടുത്ത ഗോതമ്പ് വിളകൾ കല്യാൺ സോന, സൊനാലിക. ഇനി ഇദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തിരിക്കാനും എളുപ്പമാണ്. ഇപ്പൊ ഇദ്ദേഹം എന്തിന്റെ പിതാവാണ്? ഗ്രീൻ റവല്യൂഷന്റെ പിതാവാണ് അല്ലെ. ഇപ്പൊ ഒരു പുസ്തകത്തിന്റെ പേര് എവർ ഗ്രീൻ റവല്യൂഷൻ. ഓർക്കാൻ എളുപ്പമല്ലേ? എവർ ഗ്രീൻ റവല്യൂഷൻ. അടുത്തത് ഗ്രീൻ റവല്യൂഷന്റെ ഫലമായിട്ട് ഏറ്റവും കൂടുതൽ ഉണ്ടായ വിള ഏതാണ്? വീറ്റ് ആണ് അല്ലെ. അപ്പൊ പുസ്തകത്തിന്റെ പേര് വീറ്റ് റവല്യൂഷൻ. അപ്പൊ വീറ്റ് റവല്യൂഷൻ, എവർ ഗ്രീൻ റവല്യൂഷൻ. അടുത്തത് ദ ക്വസ്റ്റ് ഫോർ എ വേൾഡ് വിത്തൗട്ട് ഹങ്കർ. അപ്പൊ ഈ ഹരിത വിപ്ലവമൊക്കെ നടത്തി കുറെ വിളകളൊക്കെ എന്തിനാ ഉൽപ്പാദിപ്പിക്കുന്നത്? വിശപ്പില്ലാണ്ടാക്കാൻ അല്ലെ. ദ ക്വസ്റ്റ് ഫോർ എ വേൾഡ് വിത്തൗട്ട് ഹങ്കർ, അതുപോലെ എവർ ഗ്രീൻ റവല്യൂഷൻ ആൻഡ് വീറ്റ് റവല്യൂഷൻ. ഇതാണ് MS സ്വാമിനാഥന്റെ പുസ്തകങ്ങൾ. ഇനി MS സ്വാമിനാഥൻ റിസർച്ച് ഫൗണ്ടേഷൻ നമ്മളെല്ലാവരും പഠിച്ച വയനാട് ജില്ലയിലാണ്. പക്ഷെ മെയിൻ ആയിട്ടുള്ള റിസർച്ച് ഫൗണ്ടേഷൻ ചെന്നൈയിലാണ്. MS സ്വാമിനാഥൻ ഇപ്പൊ സൗമ്യ സ്വാമിനാഥനാണ് കേട്ടോ അതിന്റെ ചെയർമാനായിട്ട് നിയമിതയായിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് ഓർത്ത് വെക്കണേ. ഞാൻ കറണ്ട് അഫയേഴ്സിൽ പറഞ്ഞിരുന്നു സൗമ്യ സ്വാമിനാഥനാണ് ഇപ്പോഴത്തെ ചെയർമാൻ. ഇനി സ്വാമിനാഥൻ റിസർച്ച് ഫൗണ്ടേഷന്റെ ആസ്ഥാനം ഞാൻ പറഞ്ഞു ചെന്നൈ.
ഇനി സ്വാമിനാഥൻ റിസർച്ച് ഫൗണ്ടേഷന്റെ കമ്മ്യൂണിറ്റി അഗ്രോ ബയോഡൈവേഴ്സിറ്റി സെന്റർ വയനാട് ജില്ലയിലെ മേപ്പാടി. എവിടെയാണ്? സ്വാമിനാഥൻ റിസർച്ച് ഫൗണ്ടേഷന്റെ കമ്മ്യൂണിറ്റി അഗ്രോ ബയോഡൈവേഴ്സിറ്റി സെന്റർ, അത് വയനാട് ജില്ലയിലെ മേപ്പാടിയിലാണ്. അപ്പൊ നമ്മൾ 2 ശാസ്ത്രജ്ഞന്മാരെ കുറിച്ച് പഠിച്ചു. രണ്ടും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അടുത്ത ആളിലേക്ക് പോവാം. അപ്പൊ ഹരിത വിപ്ലവം പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത വ്യക്തിയെ നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല. വർഗീസ് കുര്യൻ, ഇന്ത്യൻ ധവള വിപ്ലവത്തിന്റെ പിതാവ്, അല്ലെ, പാൽ വിപ്ലവത്തിന്റെ പിതാവാണ്. അദ്ദേഹത്തിന് മറ്റൊരു പേര് കൂടിയുണ്ട്, ദ മിൽക്ക് മാൻ ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ പാൽക്കാരൻ. അപ്പോൾ ധവള വിപ്ലവം അഥവാ വൈറ്റ് റവല്യൂഷന്റെ പിതാവ് വർഗീസ് കുര്യനാണ്. കോഴിക്കോട് ജില്ലയിലാണ് അദ്ദേഹം ജനിച്ചത്. മലയാളിയാണ്. മാക്സസെ പുരസ്കാരം ലഭിച്ച ആദ്യ മലയാളിയും വർഗീസ് കുര്യനാണ്. അതുപോലെ ഇന്ത്യയിൽ പാലുൽപാദന ക്ഷീരോത്പാദന സഹകരണ സ്ഥാപനമായ അമുലിന്റെ പ്രധാന പ്രവർത്തകനായിരുന്നു ആനന്ദ് മിൽക്ക് യൂണിയൻ ലിമിറ്റഡ്, അല്ലെ. അപ്പം അമുലിന്റെ പ്രധാന പ്രവർത്തകനായിരുന്നു വർഗീസ് കുര്യൻ. അതിന്റെ സ്ഥാപനത്തിനും ബാക്കിയുള്ള മുന്നോട്ടുള്ള പ്രവർത്തനത്തിനൊക്കെ പ്രധാന പങ്ക് വഹിച്ച വ്യക്തിയാണ് വർഗീസ് കുര്യൻ. ഇന്ത്യയുടെ മിൽക്ക് മാൻ എന്നാണ് അറിയപ്പെടുന്നത്. അതുപോലെ ധവള വിപ്ലവത്തിന്റെ പിതാവ്. കോഴിക്കോട് ജില്ലയിലാണ് ജനിച്ചത്. മാക്സസെ പുരസ്കാരം ലഭിച്ച ആദ്യ മലയാളിയും വർഗീസ് കുര്യൻ. അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്ന് അൺഫിനിഷ്ഡ് ഡ്രീം. ഇപ്പൊ ഡ്രീം എന്നാണ് 2 പുസ്തകങ്ങളുടെ അവസാനം. ഐ ടു ഹാഡ് എ ഡ്രീം, എനിക്കും ഒരു സ്വപ്നമുണ്ട്. അൺഫിനിഷ്ഡ് ഡ്രീം, അങ്ങനെ ഓർത്തിരിക്കുക. ദ മാൻ ഹൂ മെയ്ഡ് ദ എലിഫന്റ് ഡാൻസ്, അതാണ് അദ്ദേഹത്തിന്റെ ഓട്ടോബയോഗ്രഫി. അതൊരു ഓഡിയോ ഓട്ടോബയോഗ്രഫിയാണ്, ആത്മകഥയാണ്. ദ മാൻ ഹൂ മെയ്ഡ് ദ എലിഫന്റ് ഡാൻസ്. ഇപ്പൊ വർഗീസ് കുര്യൻ എന്ന പാല് കുടിച്ച് ആന ഇങ്ങനെ ഡാൻസ് കളിക്കുന്ന ആലോചിക്കുക. ദ മാൻ ഹൂ മെയ്ഡ് ദ എലിഫന്റ് ഡാൻസ്, ഓഡിയോ ഓട്ടോബയോഗ്രഫിയാണ്. ഐ ടു ഹാഡ് എ ഡ്രീം, അതുപോലെ അൺഫിനിഷ്ഡ് ഡ്രീം, മറ്റു 2 പുസ്തകങ്ങൾ. ഇതൊക്കെ PSC ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പൊ വർഗീസ് കുര്യനാണ് ഇന്ത്യൻ ധവള വിപ്ലവത്തിന്റെ പിതാവ് അഥവാ ഇന്ത്യയുടെ മിൽക്ക് മാൻ. അമുലിന്റെ പ്രധാന പ്രവർത്തകനായിരുന്നു. കോഴിക്കോട് ജില്ലയിലാണ് ജനിച്ചത്. മാക്സസെ പുരസ്കാരം ലഭിച്ച ആദ്യ മലയാളി. പുസ്തകങ്ങൾ ഓട്ടോബയോഗ്രഫി ഏതാണ്? ദ മാൻ ഹൂ മെയ്ഡ് ദ എലിഫന്റ് ഡാൻസ്, ഐ ടു ഹാഡ് എ ഡ്രീം ആൻഡ് അൺഫിനിഷ്ഡ് ഡ്രീം. ഇത് 2 പുസ്തകങ്ങളാണ്. അടുത്ത വ്യക്തിയാണ് ശാന്തി സ്വരൂപ് ഭട്നഗർ. നിങ്ങൾ പേര് കേട്ടിട്ടുണ്ടാവും, ശാന്തി സ്വരൂപ് ഭട്നഗർ. ഇന്ത്യയിലെ ശാസ്ത്ര മേഖലയിലെ മികവിന് നൽകുന്ന ഒരു പുരസ്കാരമാണ്, അല്ലെ, ശാന്തി സ്വരൂപ് ഭട്നഗർ പുരസ്കാരമൊക്കെ. അതിപ്പോൾ പല മേഖലകളിലായിട്ട്, ബയോളജിക്കൽ സയൻസ്, എൻവയോൺമെന്റൽ സയൻസ്, പ്ലാനറ്ററി സയൻസ്, അങ്ങനെ പല പല മേഖലകളിലായിട്ടാണ് ആ പുരസ്കാരം കൊടുക്കുന്നത്. അപ്പോൾ അതും ചിലപ്പോൾ ചോദിക്കാം. ഇപ്പൊ ശാന്തി സ്വരൂപ് ഭട്നഗർ അദ്ദേഹമാണ് CSIR സ്ഥാപിച്ചത്, കൗൺസിൽ ഓഫ് സയന്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ച്. CSIR കേട്ടിട്ടുണ്ടാവും, അല്ലെ. CSIR നടത്തുന്ന ഫിസിക്സ് കെമിസ്ട്രി വിഷയങ്ങളിലെ JRF നെറ്റ് പരീക്ഷ എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. അപ്പൊ കൗൺസിൽ ഓഫ് സയന്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ചിന്റെ സ്ഥാപകനാണ് ശാന്തി സ്വരൂപ് ഭട്നഗർ. 1942 സെപ്റ്റംബർ 26-നാണ് CSIR സ്ഥാപിച്ചത്. 1942 സെപ്റ്റംബർ 26-ന്. ഇദ്ദേഹത്തിന് മറ്റൊരു പ്രത്യേകതയുണ്ട്, UGCയുടെ ആദ്യ ചെയർമാനാണ്. UGC ഉണ്ടായത് 1956-ലാണ്, അല്ലെ. UGC ഉണ്ടാവുന്നത്. UGCയുടെ ആദ്യ ചെയർമാനും ശാന്തി സ്വരൂപ് ഭട്നഗറാണ്. അദ്ദേഹം പ്രധാനമായിട്ടും മികവ് തെളിയിച്ചത് രസതന്ത്ര മേഖലയിലാണ്. അത് തന്നെ മാഗ്നറ്റോ കെമിസ്ട്രിയിലാണ് അദ്ദേഹം അഗ്രഗണ്യനായിരിക്കുന്നത്. ഇന്ത്യയിൽ റിസർച്ച് ലബോറട്ടറീസിന്റെ ദ ഫാദർ ഓഫ് റിസർച്ച് ലബോറട്ടറീസ് ഇൻ ഇന്ത്യ എന്നറിയപ്പെടുന്നത് ശാന്തി സ്വരൂപ് ഭട്നഗർ ആണ്. 1954-ലാണ് അദ്ദേഹത്തിന് പത്മവിഭൂഷൺ ലഭിക്കുന്നത്. ശാന്തി സ്വരൂപ് ഭട്നഗർ പുരസ്കാരം ഞാൻ പറഞ്ഞു വിവിധ ശാസ്ത്ര സാങ്കേതിക മേഖലകളിലെ മികവിന് നൽകുന്ന പുരസ്കാരമാണ് ശാന്തി സ്വരൂപ് ഭട്നഗർ പുരസ്കാരം. അത് ഒരു വർഷം തന്നെ കുറെ പേർക്ക് കിട്ടാറുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് പേരെല്ലാം ഓർത്തിരിക്കുന്ന ഇമ്പോർട്ടൻ്റ് ആണ്. ഏതെങ്കിലും വർഷം മലയാളികൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ചോദിക്കാറുണ്ട്. നമ്മൾ കറണ്ട് അഫയേഴ്സിൽ പഠിക്കും. ഓക്കെ, അപ്പൊ എല്ലാം കിട്ടി എല്ലാ ആൾക്കാരുടെ പേരും പഠിക്കൽ പോസിബിൾ അല്ല. അപ്പൊ മലയാളികൾ അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആർക്കെങ്കിലും ഒക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് പഠിക്കും. ഇപ്പൊ ശാന്തി സ്വരൂപ് ഭട്നഗർ ആണ് CSIR സ്ഥാപിച്ചത്, കൗൺസിൽ ഓഫ് സയന്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ച്. 1942 സെപ്റ്റംബർ 26-നാണ് സ്ഥാപിച്ചത്. UGCയുടെ ആദ്യ ചെയർമാൻ അദ്ദേഹമാണ്. 1956-ലാണ് UGC സ്ഥാപിതമാവുന്നത്. ആദ്യ ചെയർമാൻ അദ്ദേഹമാണ്. രസതന്ത്ര മേഖലയിലാണ് അദ്ദേഹം വിദഗ്ധൻ, മാഗ്നറ്റോ കെമിസ്ട്രിയിൽ. ഫാദർ ഓഫ് റിസർച്ച് ലബോറട്ടറീസ് ഇൻ ഇന്ത്യ എന്ന് വിശേഷിപ്പിക്കുന്നത് ശാന്തി സ്വരൂപ് ഭട്നഗറിനെയാണ്. 1954-ൽ പത്മവിഭൂഷൺ ലഭിച്ചു. ശാന്തി സ്വരൂപ് പുരസ്കാരം നൽകുന്നത് ശാസ്ത്ര സാങ്കേതിക മേഖലയിലെ മികവിന്. അടുത്തതാണ് JC ബോസ്. അത് ഒരുവിധം എല്ലാവരും കേട്ടിട്ടുണ്ടാവും, അല്ലെ. JC ബോസ് ചെടികൾക്കും സസ്യങ്ങൾക്കും ജീവനുണ്ട് എന്ന് തെളിയിച്ച വ്യക്തിയാണ് JC ബോസ്. വേറെ ഒരുപാട് കോൺട്രിബ്യൂഷൻസ് ഉണ്ട്. അപ്പൊ സസ്യങ്ങൾക്കും ജീവനുണ്ട്, അതുകൊണ്ടാണ് അവ വളരുന്നത് എന്ന് കണ്ടെത്തിയത് JC ബോസ് ആണ്. ഇദ്ദേഹം ഇത് വെറുതെ കണ്ടെത്തുക മാത്രമല്ല ചെയ്തത്, സസ്യങ്ങളുടെ വളർച്ച അളക്കാനുള്ള ഉപകരണം കണ്ടെത്തി. അതിന്റെ പേരാണ് ക്രസ്കോഗ്രാഫ്.
സസ്യ വളർച്ച അളക്കാനുള്ള ഉപകരണം ക്രസ്കോഗ്രാഫ് ആണ് കണ്ടെത്തിയത് ജെ.സി. ബോസ്. അദ്ദേഹം മറ്റൊരു വിശേഷണമുണ്ട് അദ്ദേഹത്തിന്, ഇന്ത്യൻ റേഡിയോ ശാസ്ത്രത്തിന്റെ പിതാവ് എന്ന് പറയും. അതുപോലെ ദ ഫാദർ ഓഫ് ബംഗാളി സയൻസ് ഫിക്ഷൻ, ബംഗാളി സയൻസ് ഫിക്ഷന്റെ പിതാവ്, ദ ഫാദർ ഓഫ് ബംഗാളി സയൻസ് ഫിക്ഷൻ ജെ.സി. ബോസ്, ഇന്ത്യൻ റേഡിയോ ശാസ്ത്രത്തിന്റെ പിതാവ്, ഇതും ജെ.സി. ബോസ് ആണ്. അപ്പൊ ജെ.സി. ബോസ് അറിയപ്പെടുന്നത് ഇന്ത്യൻ റേഡിയോ ശാസ്ത്രത്തിന്റെ പിതാവ് എന്നും ഫാദർ ഓഫ് ബംഗാളി സയൻസ് ഫിക്ഷൻ എന്നുമാണ് അറിയപ്പെടുന്നത്. സസ്യങ്ങൾക്കും ജീവനുണ്ട് എന്ന് തെളിയിച്ച വ്യക്തിയാണ് ജെ.സി. ബോസ്. സസ്യ വളർച്ച അളക്കാനുള്ള ഉപകരണമാണ് ക്രസ്കോഗ്രാഫ്. എന്താ പേര്? ക്രസ്കോഗ്രാഫ്. അടുത്ത ആളാണ് എം വിശ്വേശ്വരയ്യ, ഇന്ത്യൻ എഞ്ചിനീയറിംഗിന്റെ പിതാവ് എന്നാണ് അദ്ദേഹത്തെ അറിയപ്പെടുന്നത്. അല്ലെ, അദ്ദേഹം ഇന്ത്യൻ എഞ്ചിനീയറിംഗിന്റെ പിതാവ് മാത്രമല്ല, ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ്, ഇന്ത്യൻ പ്ലാനിങ്ങിന്റെ പിതാവ്, ആസൂത്രണത്തിന്റെ പിതാവ്, എഞ്ചിനീയറിംഗിന്റെ പിതാവ്. അദ്ദേഹത്തിന്റെ ജന്മദിനം സെപ്റ്റംബർ 15 അന്നാണ് നമ്മൾ നാഷണൽ എഞ്ചിനീയേഴ്സ് ഡേ ആയിട്ട് ആചരിക്കുന്നത്. ദേശീയ എഞ്ചിനീയേഴ്സ് ദിനം സെപ്റ്റംബർ 15. ഓക്കെ, എം വിശ്വേശ്വരയ്യയാണ് ഇന്ത്യൻ എഞ്ചിനീയറിംഗിന്റെ പിതാവെന്നും ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവെന്നും വിശേഷിപ്പിക്കുന്നുണ്ട്. സെപ്റ്റംബർ 15 അദ്ദേഹത്തിന്റെ ജന്മദിനം. അതാണ് നാഷണൽ എഞ്ചിനീയേഴ്സ് ഡേ. അദ്ദേഹത്തിന്റെ പുസ്തകത്തിന്റെ പേരാണ് പ്ലാന്റ് എക്കണോമി ഫോർ ഇന്ത്യ. എത്രയോ പരീക്ഷയ്ക്ക് ചോദിച്ചാണ്. എം വിശ്വേശ്വരയ്യയുടെ പുസ്തകത്തിന്റെ പേര് പ്ലാന്റ് എക്കണോമി ഫോർ ഇന്ത്യ. അദ്ദേഹമാണ് ആധുനിക മൈസൂർ പട്ടണത്തെ ഈ ഒരു അവസ്ഥയിലേക്ക് നല്ല ഭംഗിയായിട്ട് കൊണ്ടുവന്നത്. അപ്പൊ ആധുനിക മൈസൂർ പട്ടണത്തിന്റെ ശില്പിയാണ്. 1955 അദ്ദേഹത്തിന് ഭാരതരത്നം ലഭിക്കുന്നത്. 1955 ബ്ലോക്ക് ഇറിഗേഷൻ സിസ്റ്റം ചെയിൻ ഓട്ടോമാറ്റിക് ഫ്ലഡ്സ് ഗേറ്റ്. അപ്പോൾ ബ്ലോക്ക് ഇറിഗേഷൻ സിസ്റ്റവും ഓട്ടോമാറ്റിക് ഫ്ലഡ് ഗേറ്റും കണ്ടുപിടിച്ചത് ആരാണ്? നമ്മുടെ വിശ്വേശ്വരയ്യയാണ്, എം വിശ്വേശ്വരയ്യ. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് മൈസൂരിന്റെ സ്ഥാപകൻ. അപ്പം മൈസൂർ നഗരത്തിന്റെ ശില്പി മാത്രമല്ല, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് മൈസൂരിന്റെ സ്ഥാപകൻ കൂടിയാണ്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് മൈസൂരിന്റെ സ്ഥാപകൻ കൂടിയാണ്. അപ്പൊ ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ്, ഇന്ത്യൻ എഞ്ചിനീയറിംഗിന്റെ പിതാവ് എന്നൊക്കെ പറഞ്ഞാൽ എം വിശ്വേശ്വരയ്യയാണ്. അദ്ദേഹത്തിന്റെ ജന്മദിനമായ സെപ്റ്റംബർ 15 നാഷണൽ എഞ്ചിനീയേഴ്സ് ഡേ ആയിട്ട് ആചരിക്കുന്നത്. അദ്ദേഹത്തിന്റെ പുസ്തകത്തിന്റെ പേരാണ് പ്ലാന്റ് എക്കണോമി ഫോർ ഇന്ത്യ. പ്ലാന്റ് എക്കണോമി ഫോർ ഇന്ത്യ. അദ്ദേഹമാണ് ആധുനിക മൈസൂർ പട്ടണത്തിന്റെ ശില്പി. അതുപോലെ മൈസൂർ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് മൈസൂർ സ്ഥാപിച്ചതും അദ്ദേഹമാണ്. 1955 ഭാരതരത്നം ലഭിക്കുന്നത്. ബ്ലോക്ക് ഇറിഗേഷൻ സിസ്റ്റം, അതുപോലെ ഓട്ടോമാറ്റിക് ഫ്ലഡ് ഗേറ്റ്, ഇതൊക്കെ കണ്ടെത്തിയത് എം വിശ്വേശ്വരയ്യ ആണ്. അടുത്ത വ്യക്തിയാണ് ഹോമി ജഹാംഗീർ ബാബ, ഇന്ത്യൻ ആണവശാസ്ത്രത്തിന്റെ പിതാവ്. വളരെ വളരെ ഇമ്പോർട്ടന്റ്. ഹോമി ജഹാംഗീർ ബാബ, HJ ബാബ, ഇന്ത്യൻ ആണവശാസ്ത്രത്തിന്റെ പിതാവ്. അദ്ദേഹം തന്നെയാണ് 1948 സ്ഥാപിതമായ ഇന്ത്യൻ അറ്റോമിക് കമ്മീഷന്റെ ആദ്യ ചെയർമാൻ. ഇന്ത്യൻ അറ്റോമിക് കമ്മീഷന്റെ അറ്റോമിക് എനർജി കമ്മീഷന്റെ ആദ്യ ചെയർമാനും ഹോമി ജഹാംഗീർ ബാബയാണ്. അതുപോലെ ഇന്ത്യൻ ആണവശാസ്ത്രത്തിന്റെ പിതാവും HJ ബാബ. ഇന്ത്യയുടെ ആദ്യത്തേതും ഏറ്റവും വലുതുമായ ആണവ ഗവേഷണ നിലയമായ ബാബ ആറ്റോമിക് റിസർച്ച് സെന്റർ 1957 ജനുവരി 3 സ്ഥാപിതമായി. ഇന്ത്യയുടെ ആദ്യത്തേതും ഏറ്റവും വലുതുമായ ആണവ ഗവേഷണ നിലയം ബാബ ആറ്റോമിക് സ്പേസ് റിസർച്ച് സെന്റർ ആണ്. 1957 ജനുവരി 3 സ്ഥാപിതമായത്. അതുപോലെ ഇന്ത്യയുടെ ആദ്യത്തെ അണു റിയാക്ടറാണ്, അറ്റോമിക് റിയാക്ടറാണ് അപ്സര. അതിന്റെ നിർമ്മാണത്തിന് മുൻകൈ എടുത്തതും ഹോമി ജഹാംഗീർ ബാബ തന്നെയാണ്. ഹോമി ജഹാംഗീർ ബാബ. അപ്പൊ ഇന്ത്യൻ ആണവശാസ്ത്രത്തിന്റെ പിതാവ്, അറ്റോമിക് എനർജി കമ്മീഷന്റെ ആദ്യ ചെയർമാൻ 1948. ഇന്ത്യയുടെ ആദ്യത്തേതും ഏറ്റവും വലുതുമായ ആണവ ഗവേഷണ നിലയമായ ബാബ അറ്റോമിക് റിസർച്ച് സെന്റർ 1957 ജനുവരി 3 സ്ഥാപിതമായത്. ഇന്ത്യയുടെ ആദ്യത്തെ അണു റിയാക്ടർ ചോദിക്കുകയാണെങ്കിൽ അപ്സരയാണ്. അതിന്റെ നിർമ്മാണത്തിന് മുൻകൈ എടുത്ത വ്യക്തിയും HJ ബാബ തന്നെയാണ്. അടുത്ത വ്യക്തി ശ്രീനിവാസ രാമാനുജൻ, നമ്മുടെ ഫേമസ് ആയിട്ടുള്ള ഗണിത ശാസ്ത്രജ്ഞനാണ്. അപ്പൊ ശ്രീനിവാസ രാമാനുജൻ ഏത് മേഖലയിലാണ് പ്രശസ്തൻ? ഗണിതത്തിലാണ് അല്ലെ. അദ്ദേഹത്തിന്റെ ജന്മദിനമാണ് നമ്മൾ ദേശീയ ഗണിതശാസ്ത്ര ദിനമായിട്ട് ആചരിക്കുന്നത്, ഡിസംബർ 22. അപ്പൊ 2 ചോദ്യമുണ്ട്. ദേശീയ ഗണിതശാസ്ത്ര ദിനം ഡിസംബർ 22. ആരുടെ ജന്മദിനമാണ്? ശ്രീനിവാസ രാമാനുജന്റെ ജന്മദിനം. രാമാനുജൻ സംഖ്യ എന്നറിയപ്പെടുന്നത് 1729. 2 ക്യൂബുകളുടെ തുകയായിട്ട് എഴുതാവുന്ന ഏറ്റവും ചെറിയ സംഖ്യ. അതായത് 10 ക്യൂബ് പ്ലസ് 9 ക്യൂബ് അല്ലെ. 10 ക്യൂബ് എന്ന് പറഞ്ഞാൽ 1000, 9 ക്യൂബ് 729. അപ്പൊ അതിന്റെ രണ്ടിനെയും സമ്മായിട്ട് എഴുതാൻ പറ്റുന്ന, അതായത് 2 സംഖ്യകളുടെ ക്യൂബുകളുടെ തുകയായിട്ട് എഴുതാൻ പറ്റുന്ന ഏറ്റവും ചെറിയ നമ്പറാണ് രാമാനുജൻ നമ്പർ, 1729. അദ്ദേഹം ട്രിനിറ്റി കോളേജിൽ മെമ്പറായ ആദ്യ ഇന്ത്യൻ ശാസ്ത്രജ്ഞനാണ്.
ട്രിനിറ്റി കോളേജിൽ മെമ്പറായ ആദ്യ ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ രാമാനുജനാണ്. അദ്ദേഹത്തിൻ്റെ ഒരു കോട്ടാണ്: ദൈവികമായ ഒരു ചിന്ത പ്രതിഫലിപ്പിക്കുന്നില്ലെങ്കിൽ ഒരു സമവാക്യവും എനിക്കൊന്നുമല്ല. അപ്പം ഏതൊരു സമവാക്യത്തിലും ഒരു ദൈവികത്വം ഉണ്ടാവണം എന്നുള്ള കാഴ്ചപ്പാടായിരുന്നു ശ്രീനിവാസ രാമാനുജന്. ദൈവികമായ ചിന്ത പ്രതിഫലിപ്പിക്കുന്നില്ലെങ്കിൽ അദ്ദേഹത്തിന് ഒരു സമവാക്യവും വിഷയമല്ല എന്നാണ് ശ്രീനിവാസ രാമാനുജൻ പറഞ്ഞത്. അപ്പം രാമാനുജൻ പറഞ്ഞത് എന്താണ്? ദൈവികമായ ചിന്ത പ്രതിഫലിപ്പിക്കുന്നില്ലെങ്കിൽ ഒരു സമവാക്യവും ഒന്നുമല്ല. സോ ശ്രീനിവാസ രാമാനുജൻ അദ്ദേഹം ഗണിതശാസ്ത്രജ്ഞനാണ്. ട്രിനിറ്റി കോളേജിൽ മെമ്പറായ ആദ്യ ഇന്ത്യൻ ശാസ്ത്രജ്ഞനാണ്. ഡിസംബർ 22 ജന്മദിനം. ഇന്ത്യയിലെ ദേശീയ ശാസ്ത്ര ദിനമായിട്ട് ആചരിക്കുന്നത് അന്നാണ്. ശ്രീനിവാസ രാമാനുജൻ നമ്പർ എന്നറിയപ്പെടുന്നത് 1729 2 സംഖ്യകളുടെ ക്യൂബുകളുടെ തുകയായിട്ട് എഴുതാവുന്ന ഏറ്റവും ചെറിയ നമ്പറാണ്. പിന്നെ അദ്ദേഹത്തിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട ഫേമസ് കോട്ടാണ്: ദൈവികമായ ചിന്ത പ്രതിഫലിപ്പിക്കുന്നില്ലെങ്കിൽ ഒരു സമവാക്യവും എനിക്കൊന്നുമല്ല. അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫേമസ് ആയിട്ടുള്ള ഒരു ഇന്ത്യൻ ഭൗതിക ശാസ്ത്രജ്ഞനാണ് സത്യേന്ദ്രനാഥ് ബോസ്. നമ്മൾ ദ്രവ്യത്തിന്റെ 5ാമത്തെ അവസ്ഥയെ ബോസ് ഐൻസ്റ്റൈൻ കണ്ടൻസേറ്റ് ഒക്കെ പറയുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പൊ സത്യേന്ദ്രനാഥ് ബോസ് ഏത് മേഖലയാണ്? ഫിസിക്സ് ആണ്, ഭൗതിക ശാസ്ത്രം. ഫേമസ് ആയിട്ടുള്ള ഒരു ബംഗാളി ഫിസിസിസ്റ്റ് ആണ് അദ്ദേഹം. ബോസ് ഐൻസ്റ്റൈൻ കണ്ടൻസേറ്റ് എന്ന ദ്രവ്യത്തിന്റെ 5ാമത്തെ അവസ്ഥ ഉണ്ടാക്കി എന്ന രീതിയിലാണ് ഏറ്റവും കൂടുതൽ അദ്ദേഹം ഫേമസ് ആയിരിക്കുന്നത്. അദ്ദേഹമാണ് ഫാദർ ഓഫ് ഗോഡ്സ് പാർട്ടിക്കിൾ, ദൈവകണത്തിന്റെ പിതാവ് എന്നും അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നുണ്ട്. 1948 അദ്ദേഹം ബംഗാളി വിജ്ഞാൻ പരിഷത്ത് എന്ന ശാസ്ത്ര സംഘടന രൂപീകരിച്ചു. ഇപ്പൊ ബംഗാളി, അതൊക്കെ ചിലപ്പം സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആയിട്ട് വരും. ഇപ്പൊ ഒരു ബംഗാളി സയന്റിസ്റ്റ്, ബംഗാളി ഫിസിസിസ്റ്റ് എന്ന് വരുവാണെങ്കിൽ നിങ്ങൾ സത്യേന്ദ്രനാഥ് ബോസിനെ ഓർക്കണം കേട്ടോ. ബംഗാളി ഭൗതിക ശാസ്ത്രജ്ഞനാണെങ്കിൽ സത്യേന്ദ്രനാഥ് ബോസ് ആണ്. ബംഗാളി വിജ്ഞാൻ പരിഷത്ത് 1948 സ്ഥാപിച്ചു. അദ്ദേഹം ജ്ഞാൻ ഓബിക് ജ്ഞാൻ എന്ന പ്രസിദ്ധീകരണവും ഇദ്ദേഹത്തിൻ്റെതാണ്. അപ്പൊ ഇദ്ദേഹവുമായി റിലേറ്റഡ് ആയിട്ട് ഒരുപാട് പോയിന്റ്സ് ഉണ്ട്. ജ്ഞാൻ ഓബിക് ജ്ഞാൻ എന്ന പ്രസിദ്ധീകരണം സത്യേന്ദ്രനാഥ് ബോസിൻ്റെതാണ്. സത്യേന്ദ്രനാഥ് ബോസ് നാഷണൽ സെന്റർ ഫോർ ബേസിക് സയൻസ് എവിടെയാണ്? കൊൽക്കത്തയിലാണ് സ്ഥിതി ചെയ്യുന്നത്. 1954 രാജ്യം പത്മവിഭൂഷൺ നൽകി ആദരിച്ചിട്ടുണ്ട്. അപ്പൊ വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു ബംഗാളി സയന്റിസ്റ്റ് ആണ് സത്യേന്ദ്രനാഥ് ബോസ്. സത്യേന്ദ്രനാഥ് ബോസ് നാഷണൽ സെന്റർ ഫോർ ബേസിക് സയൻസ് കൊൽക്കത്തയിലാണ് കേട്ടോ, വെസ്റ്റ് ബംഗാളിലെ കൊൽക്കത്ത. ജ്ഞാൻ ഓബിക് ജ്ഞാൻ എന്ന പ്രസിദ്ധീകരണം സത്യേന്ദ്രനാഥ് ബോസിൻ്റെതാണ്. അദ്ദേഹത്തിന് പത്മവിഭൂഷൺ ലഭിച്ചത് 1954. 1948 ബംഗാളി വിജ്ഞാൻ പരിഷത്ത് എന്ന ശാസ്ത്ര സംഘടന സത്യേന്ദ്രനാഥ് ബോസ് ആണ് സ്ഥാപിച്ചത്. ഫാദർ ഓഫ് ഗോഡ്സ് പാർട്ടിക്കിൾ, ദൈവകണം, ഹിഗ്സ് ബോസോൺസ്. അപ്പം ഫാദർ ഓഫ് ഗോഡ്സ് പാർട്ടിക്കിൾ എന്ന് അദ്ദേഹം അറിയപ്പെടുന്നു. അദ്ദേഹവും ആൽബർട്ട് ഐൻസ്റ്റീനും ചേർന്നാണ് ദ്രവ്യത്തിന്റെ 5ാമത്തെ അവസ്ഥയായ ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് കണ്ടുപിടിച്ചിരിക്കുന്നത്. ഭൗതിക ശാസ്ത്ര മേഖലയിലെ വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു ബംഗാളി സയന്റിസ്റ്റ് ആണ് ആര്? സത്യേന്ദ്രനാഥ് ബോസ്. അടുത്തത് 10ാമത്തെ വ്യക്തി എസ് ചന്ദ്രശേഖർ, അടുത്ത ഫിസിസിസ്റ്റ് ആണ്. വളരെ ഫേമസ് ആയിട്ടുള്ള ഭൗതിക ശാസ്ത്രജ്ഞനാണ്. അദ്ദേഹമാണ് നക്ഷത്രങ്ങളുടെ ജീവിതാന്ത്യം, സ്റ്റെല്ലാർ ഡെത്ത്. അതായത് നക്ഷത്രങ്ങൾ ഇങ്ങനെ എനർജി എമിറ്റ് ചെയ്തുകൊണ്ടിരിക്കുവാണ് അല്ലെ. എന്തുകൊണ്ടാണ്? അവിടെ നടക്കുന്ന ന്യൂക്ലിയർ ഫ്യൂഷൻ റിയാക്ഷന്റെ ഫലമായിട്ടാണ് അല്ലെ. ഹൈഡ്രജൻ ന്യൂക്ലിയസുകൾ കൂടിച്ചേർന്ന് ഹീലിയം ന്യൂക്ലിയസ് ഉണ്ടാവുന്ന സമയത്ത് ട്രമൻഡസ് എമൗണ്ട് ഓഫ് എനർജി റിലീസ് ചെയ്യുന്നതാണ്. അപ്പൊ ഒരു പരിധി കഴിഞ്ഞാൽ ഹൈഡ്രജൻ ന്യൂക്ലിയസ് ഒക്കെ ഹീലിയം ആയിട്ട് മാറിക്കഴിഞ്ഞാൽ ഹീലിയം ഈസ് ആൻ ഇനാക്റ്റീവ് അല്ലെ, ഒരു ഇനാക്റ്റീവ് എലിമെന്റ് ആണ് ഹീലിയം. അപ്പൊ പിന്നെ അവിടെ ഫർദർ റിയാക്ഷൻസ് ഒന്നും നടക്കില്ല. അതാണ് നക്ഷത്രങ്ങളുടെ ജീവിതാന്ത്യം എന്ന് പറയുന്നത്. പിന്നീട് അവ ഒന്നുകിൽ ബ്ലാക്ക് ഹോൾസ് അല്ലെങ്കിൽ ന്യൂട്രോൺ സ്റ്റാർസ് അല്ലെങ്കിൽ വെള്ളക്കുള്ളന്മാർ അഥവാ വൈറ്റ് ഡ്വാർഫ്സ് ആയിട്ട് മാറും. ഓക്കെ, അപ്പൊ അത്തരത്തിൽ നക്ഷത്രങ്ങളുടെ ഭാരവുമായി ബന്ധപ്പെടുത്തി അവയുടെ അവസാനം എന്താണ്, ന്യൂട്രോൺ സ്റ്റാർ ആണോ അല്ലെങ്കിൽ ബ്ലാക്ക് ഹോൾ ആണോ എന്നൊക്കെയുള്ള സ്റ്റെല്ലാർ ഡെത്തിനെ കുറിച്ചുള്ള പഠനം നടത്തിയത്, നക്ഷത്രങ്ങളുടെ ജീവിതാന്ത്യത്തെ കുറിച്ചുള്ള പഠനം നടത്തിയത് എസ് ചന്ദ്രശേഖർ. അതായത് അദ്ദേഹത്തിന്റെ ഒരു സംഖ്യയുണ്ട് 1.44, അതാണ് ചന്ദ്രശേഖർ ലിമിറ്റ് എന്നറിയപ്പെടുന്നത്. അപ്പൊ ചന്ദ്രശേഖർ ലിമിറ്റ് എന്നറിയപ്പെടുന്ന സംഖ്യ, ആ ഒരു നമ്പർ മാത്രം ചോദിക്കുകയാണെങ്കിൽ 1.44. എന്താണ് അതിന്റെ സിഗ്നിഫിക്കൻസ്? അദ്ദേഹം പറഞ്ഞത് സൂര്യന്റെ 1.44 മടങ്ങ് വരെ, അതായത് സൂര്യന്റെ ഒരു 1.5 ഇരട്ടി പിണ്ഡമുള്ള നക്ഷത്രങ്ങൾ സ്വയം കത്തിയെരിഞ്ഞ് അവസാനം വെള്ളക്കുള്ളന്മാരാകും. ഇപ്പൊ സൂര്യനും ഏകദേശം ഒരു വെള്ളക്കുള്ളന്മാരായിരിക്കും അല്ലെ, ആ വെള്ളക്കുള്ളനായിരിക്കും ആവാൻ പോകുന്നത്, തമോഗർത്തമൊന്നും ആവില്ല. അപ്പം സൂര്യന്റെ 1.44 മടങ്ങ് വരെ പിണ്ഡമുള്ള, അതായത് സൂര്യനേക്കാളും ഇരട്ടിയും കഴിഞ്ഞ് ഒരു 1.5 ഇരട്ടി അധികം ഭാരമുള്ള നക്ഷത്രങ്ങൾ വരെ വെള്ളക്കുള്ളന്മാർ, വൈറ്റ് ഡ്വാർഫ്സ് ആണ് ആവുക. അപ്പൊ ഈ ഒരു സംഖ്യയുടെ പേരാണ് ചന്ദ്രശേഖർ ലിമിറ്റ്. അപ്പൊ അദ്ദേഹത്തിന് ഇതിന്റെ പേരിൽ നോബൽ സമ്മാനം കിട്ടി. കാരണം ഇത്രയും വലിയൊരു കണ്ടുപിടുത്തല്ലേ കണ്ടുപിടിച്ചത്. അദ്ദേഹത്തിന് ഒപ്പം നോബൽ സമ്മാനം കിട്ടിയ വ്യക്തിയാണ് വില്യം ആൽഫ്രഡ് ഫൗളർ.
1983 ചന്ദ്രശേഖറിന് നൊബേൽ സമ്മാനം കിട്ടുന്നത്. അതൊക്കെ ഓർത്തു വെക്കണം, പ്രസ്താവന ചോദ്യത്തിൽ ഉണ്ടാകും. അദ്ദേഹത്തിന് 1962 റോയൽ മെഡൽ, വലിയ വലിയ അവാർഡുകളാണ്. US ദേശീയ മെഡൽ, ഇതൊക്കെ കണ്ടുപിടിച്ചു. കാരണം നക്ഷത്രങ്ങളുടെ അന്ത്യത്തെക്കുറിച്ച് ഇത്രയും വലിയൊരു പഠനം നടത്തി ഒരു കൃത്യമായ സംഖ്യയൊക്കെ അദ്ദേഹം പ്രപ്പോസ് ചെയ്ത സ്ഥിതിക്ക് അദ്ദേഹത്തിന് 1983 ആൽഫ്രഡ് ഫൗളറിന്റെ കൂടെ നൊബേൽ സമ്മാനവും ലഭിച്ചു. അതുപോലെ റോയൽ മെഡൽ 1962 റോയൽ മെഡൽ, US ദേശീയ മെഡൽ എന്നിവയൊക്കെ അദ്ദേഹത്തിന് കിട്ടി. ഒരുപാട് അവാർഡ്സ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അടുത്ത പ്രശസ്തനായിട്ടുള്ള ഒരു ഊർജ തന്ത്രജ്ഞനാണ് ആര്? നമ്മുടെ എസ് ചന്ദ്രശേഖർ. ഒരു ആസ്ട്രോഫിസിസിസ്റ്റ് എന്ന് പറയാൻ പറ്റൂ അല്ലെ. സ്റ്റെല്ലാർ ഡെത്ത് അല്ലെങ്കിൽ നക്ഷത്രങ്ങളുടെ ജീവിതാന്ത്യത്തെ കുറിച്ചാണ് അദ്ദേഹം പഠനം നടത്തിയത്. അദ്ദേഹത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന സംഖ്യയാണ് 1.44 ചന്ദ്രശേഖർ ലിമിറ്റ്. അതായത് സൂര്യന്റെ പിണ്ഡത്തിന്റെ 1.44 മടങ്ങ് വരെ പിണ്ഡമുള്ള നക്ഷത്രങ്ങൾ കത്തിയെരിഞ്ഞ് വെള്ളക്കുള്ളന്മാരാകും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. 1983 ഭൗതികശാസ്ത്രത്തിന് നൊബേൽ സമ്മാനം നേടി. 1962 റോയൽ മെഡലും US ദേശീയ മെഡലും ലഭിച്ചു. അടുത്ത വ്യക്തിയും ഒരു ഫിസിസിസ്റ്റ് തന്നെയാണ്, മേഘ്നാഥ് സാഹ. സാഹാസ് തെർമൽ അയോണൈസേഷൻ ഇക്വേഷൻ, ആ ഒരൊറ്റ കാര്യം മാത്രമേ അവിടെ കാര്യമായിട്ട് ഇദ്ദേഹത്തിന് കോൺട്രിബ്യൂഷൻ ആയിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ ഓർത്തിരിക്കേണ്ടത്. സാഹയുടെ താപ അയണീകരണ സമവാക്യം അതെന്താണെന്നൊന്നും നമ്മളടുത്ത് ചോദിക്കൂല. കാരണം നമുക്ക് പ്രൊമിനന്റ് ഇന്ത്യൻ സയന്റിസ്റ്റേ പഠിക്കാനുള്ളൂ, ബേസിക് സയൻസ് നമുക്ക് അങ്ങനെ ചോദിക്കാറില്ല. അപ്പൊ അദ്ദേഹമാണ് സായാസ് തെർമൽ അയോണൈസേഷൻ ഇക്വേഷൻ പ്രപ്പോസ് ചെയ്ത വ്യക്തിയാണ് മേഘനാഥ് സാഹ. ഇനി മേഘനാഥ് സാഹാസ് അയോണൈസേഷൻ എന്നൊക്കെ പറയുമ്പോൾ വേറെ രാജ്യക്കാരനാണെന്ന് വിചാരിക്കേണ്ട. അദ്ദേഹത്തിന്റെ പുസ്തകത്തിന്റെ പേരാണ് ട്രീറ്റീസ് ഓൺ ഹീറ്റ്. അദ്ദേഹവും BN ശ്രീവാസ്തവയും, സാഹയും BN ശ്രീവാസ്തവയും ചേർന്ന് എഴുതിയ പുസ്തകമാണ് ട്രീറ്റീസ് ഓൺ ഹീറ്റ്. 1938 രൂപീകൃതമായ ദേശീയ പ്ലാനിംഗ് കമ്മിറ്റിയിലെ ഒരു സജീവ അംഗമാണ്. അദ്ദേഹം ഒരു സയന്റിസ്റ്റ് മാത്രമല്ല, ദേശീയ പ്ലാനിംഗ് കമ്മിറ്റിയിലെ പ്ലാനിംഗ് ബോർഡിലെ ഒരു സജീവ മെമ്പർ കൂടിയായിരുന്നു മേഘനാഥ് സാഹ. 2 കാര്യങ്ങളാണ് ഇദ്ദേഹം സ്ഥാപിച്ചിട്ടുള്ളത്. ഇന്ത്യൻ ഫിസിക്കൽ സൊസൈറ്റി ചോദിക്കാൻ സാധ്യതയുണ്ട്. കൊൽക്കത്തയിലെ സാഹ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ന്യൂക്ലിയർ ഫിസിക്സ്, അത് ഓർക്കാൻ എളുപ്പം അല്ലെ. സാഹ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ന്യൂക്ലിയർ ഫിസിക്സ് ഓർക്കാൻ എളുപ്പമാണ്, സാഹയുടെ പേര് തന്നെയാണ്. അതുപോലെ ഇന്ത്യൻ ഫിസിക്കൽ സൊസൈറ്റി മേഘനാഥ് സാഹയാണ്. അപ്പൊ സാഹാസ് തെർമൽ അയോണൈസേഷൻ ഇക്വേഷൻ അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻ ആണ്. ട്രീറ്റീസ് ഓൺ ഹീറ്റ് എന്ന പുസ്തകം അദ്ദേഹവും BN ശ്രീവാസ്തവയും കൂടിയാണ് രചിച്ചത്. പ്ലാനിംഗ് ബോർഡിലെ ഒരു സജീവ അംഗമായിരുന്നു. അതുപോലെ ഫിസിക്കൽ സൊസൈറ്റി, ഇന്ത്യൻ ഫിസിക്കൽ സൊസൈറ്റിയുടെ സ്ഥാപകനാണ്. അതുപോലെ സാഹാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ന്യൂക്ലിയർ ഫിസിക്സ്, ഇതും അദ്ദേഹത്തിന്റെ ഒരു ഫൗണ്ടേഷനാണ്. ഓക്കെ, അടുത്ത വ്യക്തിയാണ് ബീർബൽ സാനി. ഇത്രയും നേരം നമ്മൾ ഊർജ്ജതന്ത്രജ്ഞരെ ഫിസിസിസ്റ്റിനെ കുറിച്ച് പറഞ്ഞു മടുത്തു അല്ലെ. ഇനി അടുത്ത നമ്മളൊരു ഒരു ബോട്ടണിസ്റ്റ് ആണ് അദ്ദേഹം. ഇന്ത്യൻ പാലിയോ ബോട്ടണിയുടെ പിതാവ്. ഇന്ത്യൻ പാലിയോ ബോട്ടണി എന്ന് പറഞ്ഞാൽ എന്താ, ഫോസിലുകളുടെ ഒക്കെ ആയിട്ട് റിലേറ്റഡ് ആയിട്ട് പഠിക്കുന്നത് അല്ലെ. അപ്പം ബീർബൽ സാനിയാണ് ഇന്ത്യൻ പാലിയോ ബോട്ടണിയുടെ പിതാവ്. അദ്ദേഹത്തിന്റെ പേരിൽ തന്നെ ഇൻസ്റ്റിറ്റ്യൂട്ട് ബീർബൽ സാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാലിയോ ബോട്ടണി സ്ഥാപിച്ചത്. ഓർക്കാൻ എളുപ്പമാണ് അല്ലെ. ഇന്ത്യൻ പാലിയോ ബോട്ടണിയുടെ പിതാവാണ് അദ്ദേഹമാണ് ബീർബൽ സാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാലിയോ ബോട്ടണി സ്ഥാപിച്ചതും. അപ്പോൾ ബീർബൽ സാഹ്നിയാണ് ഇന്ത്യൻ പാലിയോ ബോട്ടണിയുടെ പിതാവ്. അദ്ദേഹത്തെ പറ്റി അത്രേ പഠിക്കാനുള്ളൂ. ഇന്ത്യൻ പാലിയോ ബോട്ടണിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തി ബീർബൽ സാനി. അടുത്തത് പഞ്ചാനം മഹേശ്വരി, അടുത്ത ബൊട്ടാണിസ്റ്റ് ആണ്. പഞ്ചാനം മഹേശ്വരിയാണ്. ആൻജിയോസ്പോംസ് എന്ന് പറഞ്ഞാൽ ഫ്ലവറിംഗ് പ്ലാന്റ്സ് ആണ് അല്ലെ, പൂക്കൾ ഉണ്ടാവുന്ന സസ്യങ്ങളാണ് ആൻജിയോസ്പോംസ്. അപ്പം ടെസ്റ്റ് ട്യൂബ് ഫെർട്ടിലൈസേഷൻ ഓഫ് ആൻജിയോസ്പോംസ് ഡെവലപ്പ് ചെയ്തത് പഞ്ചാനം മഹേശ്വരിയാണ്. അടിപൊളി പേര് അല്ലെ, പഞ്ചാനം മഹേശ്വരി. ഒരു പുസ്തകവും രചിച്ചിട്ടുണ്ട്, ബോട്ടാണിസ്റ്റ് ആണ്. ബോട്ടാണിക്ക എന്ന് പറയുന്ന ഒരു പുസ്തകം രചിച്ചു. ടെസ്റ്റ് ട്യൂബ് ഫെർട്ടിലൈസേഷൻ ഓഫ് ആൻജിയോസ്പോംസ് ആരാണ്? പഞ്ചാനം മഹേശ്വരിയാണ്. അതുപോലെ ഇതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽസ് അദ്ദേഹം പബ്ലിഷ് ചെയ്തത് ഫൈറ്റോമോർഫോളജി എന്ന പുസ്തകത്തിലാണ് കേട്ടോ. ഫൈറ്റോമോർഫോളജി എന്ന മാഗസിനിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അവിടെയാണ് അദ്ദേഹത്തിന്റെ സുപ്രധാന ലേഖനങ്ങളൊക്കെ പബ്ലിഷ് ചെയ്തിട്ടുള്ളത്, ഫൈറ്റോമോർഫോളജി. അപ്പൊ ഇന്ത്യയിലെ പ്രശസ്തനായിട്ടുള്ള ഒരു ബോട്ടാണിസ്റ്റ് ആണ് പഞ്ചാനം മഹേശ്വരി. ബോട്ടാണിക്ക എന്ന പുസ്തകം രചിച്ചിട്ടുണ്ട്. അതുപോലെ ആൻജിയോസ്പോംസിന്റെ ഫ്ലവറിംഗ് പ്ലാന്റ്സിന്റെ, പൂക്കൾ ഉണ്ടാവുന്ന പ്ലാന്റ്സിന്റെ ടെസ്റ്റ് ട്യൂബ് ഫെർട്ടിലൈസേഷൻ ഡെവലപ്പ് ചെയ്തു. ഫൈറ്റോമോർഫോളജി എന്ന മാഗസിനിൽ വർക്ക് ചെയ്തു. ഇതൊക്കെ പഞ്ചാനം മഹേശ്വരിയാണ്. MOP അയ്യങ്കാർ, അദ്ദേഹം സസ്യശാസ്ത്രം, ബോട്ടാണിസ്റ്റ് തന്നെയാണ്. MOP അയ്യങ്കാർ, ഫാദർ ഓഫ് ഇന്ത്യൻ ഫൈക്കോളജി, ആൽഗകളെ കുറിച്ചുള്ള പഠനം. അപ്പൊ ആൽഗകളെ കുറിച്ചുള്ള പഠനം അദ്ദേഹത്തിന്റെ ഒരു വലിയ കോൺട്രിബ്യൂഷൻ ആണ്. അപ്പൊ ഫാദർ ഓഫ് ഇന്ത്യൻ ഫൈക്കോളജി ആരാണ്?
അയ്യങ്കാർ, ആൽഗ എന്ന് പറയുന്ന പോലെ അയ്യങ്കാർ, MOP അയ്യങ്കാർ സസ്യശാസ്ത്രജ്ഞനായിരുന്നു. ഫാദർ ഓഫ് ഇന്ത്യൻ ഫൈക്കോളജി. ഫൈക്കോളജി എന്ന് പറഞ്ഞാൽ ആൽഗകളെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആൽഗകളെ കുറിച്ചുള്ള പഠനത്തിന് ഒരുപാട് കോൺട്രിബ്യൂഷൻസ് നൽകി അയ്യങ്കാർ. ആൽഗകളെ കുറിച്ചുള്ള പഠനം ഫൈക്കോളജി. ഫാദർ ഓഫ് ഇന്ത്യൻ ഫൈക്കോളജി MOP അയ്യങ്കാർ. അടുത്തത് APJ അബ്ദുൽ കലാം. APJ അബ്ദുൽ കലാമിനെ കുറിച്ച് പറഞ്ഞാലും തീരാത്തത്ര പോയിന്റ്സ് ഉണ്ട്. അപ്പൊ ഇദ്ദേഹത്തെ പറ്റിയുള്ള ഇദ്ദേഹത്തിന്റെ എന്താ പറയുക ആസ് എൻ ഇന്ത്യൻ പ്രസിഡന്റ് ഇദ്ദേഹത്തെ കുറിച്ചുള്ള പോയിന്റ്സ് ഒക്കെ നമ്മുടെ മാറ്റർ ഓൺലൈൻ അക്കാഡമിയിൽ തന്നെ ഞാൻ ഇന്ത്യയിലെ പ്രസിഡന്റുമാർ എന്ന വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഞാൻ ഇദ്ദേഹത്തിന്റെ ബേസിക് ആയിട്ട് നമ്മൾ ഈ ആസ് എ സയന്റിസ്റ്റ് അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഞാൻ കൂടുതലും ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അല്ലെങ്കിൽ ഒരുപാട് ലെങ്തി ആവും വീഡിയോ. അപ്പം ഇന്ത്യൻ പ്രസിഡന്റുമാർ എന്നുള്ള വീഡിയോ കാണുകയാണെങ്കിൽ ഇദ്ദേഹത്തിന്റെ പ്രസിഡന്റ് ആയ കാലത്തുള്ള കൂടുതൽ കോൺട്രിബ്യൂഷൻസ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ പ്രധാനപ്പെട്ട പോയിന്റ്സ് എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 1931 ഒക്ടോബർ 15 തമിഴ്നാട്ടിലെ രാമേശ്വരത്താണ് ജനനം. എല്ലാവർക്കും അറിയണ്ട. 1931 ഒക്ടോബർ 15. ഒക്ടോബർ 15 ലോക വിദ്യാർത്ഥി ദിനം. അതും എല്ലാവർക്കും അറിയാം. ഇന്ത്യയുടെ 11ാമത് രാഷ്ട്രപതിയാണ്. അതും എല്ലാവർക്കും അറിയാം. മിസൈൽ മാൻ ഓഫ് ഇന്ത്യ, മേജർ ജനറൽ പൃഥ്വിരാജ്, ജനങ്ങളുടെ രാഷ്ട്രപതി. ഇതൊക്കെ അദ്ദേഹത്തിന്റെ വിശേഷണങ്ങളാണ്. അപ്പോൾ 1931 ഒക്ടോബർ 15 തമിഴ്നാട്ടിലെ രാമേശ്വരത്ത് ജനിച്ചു. അതുകൊണ്ട് തന്നെ ഒക്ടോബർ 15 ലോക വിദ്യാർത്ഥി ദിനമായിട്ട് ആചരിക്കുന്നു. ഇന്ത്യയുടെ 11ാമത് രാഷ്ട്രപതിയാണ്. രാഷ്ട്രപതിയാകുന്ന ആദ്യ ഇന്ത്യൻ ശാസ്ത്രജ്ഞനാണ് APJ അബ്ദുൽ കലാം. അദ്ദേഹം മിസൈൽ മാൻ ഓഫ് ഇന്ത്യ, മേജർ ജനറൽ പൃഥ്വിരാജ്, ജനങ്ങളുടെ രാഷ്ട്രപതി എന്നീ വിശേഷണങ്ങളിൽ അറിയപ്പെടുന്നു. ശാസ്ത്രജ്ഞനായ ആദ്യ രാഷ്ട്രപതി പറഞ്ഞ കാര്യമാണ്. സിന്ധു രക്ഷക് എന്ന അന്തർവാഹിനി, യുദ്ധവിമാനം, യുദ്ധ ടാങ്ക് എന്നിവയിൽ സഞ്ചരിച്ച ആദ്യ ഇന്ത്യൻ പ്രസിഡന്റാണ്. അപ്പോൾ സിന്ധു രക്ഷക് എന്ന അന്തർവാഹിനി, യുദ്ധ ടാങ്ക്, യുദ്ധവിമാനം ഇവയിലൊക്കെ സഞ്ചരിച്ച ആദ്യ ഇന്ത്യൻ പ്രസിഡന്റാണ് APJ അബ്ദുൽ കലാം. ഇതൊക്കെ ഞാൻ അവിടെയും പറഞ്ഞതാണ്. 1997 അദ്ദേഹത്തിന് ഭാരതരത്ന ലഭിച്ചു. ISRO DRDOയിലെ ശ്രേഷ്ഠമായ പദവികൾ അലങ്കരിച്ച വ്യക്തിയാണ്. കേരളത്തിന് 10 കർമ്മ പരിപാടികൾ നൽകിയ വ്യക്തിയാണ്. ആസ് എ പ്രസിഡന്റ് കേരളത്തിന് 10 കർമ്മ പരിപാടികൾ നൽകി. സിയാച്ചിൻ ഗ്ലേസിയർ സന്ദർശിച്ച ആദ്യ ഇന്ത്യൻ രാഷ്ട്രപതി. യുദ്ധ ടാങ്കിൽ സഞ്ചരിച്ചു, യുദ്ധവിമാനത്തിൽ സഞ്ചരിച്ചു, സിന്ധു രക്ഷക് എന്ന അന്തർവാഹിനിയിൽ സഞ്ചരിച്ചു, സിയാച്ചിൻ ഗ്ലേസിയർ സന്ദർശിച്ച ആദ്യ ഇന്ത്യൻ രാഷ്ട്രപതി. അതുപോലെ ഇന്ത്യയുടെ 2ാമത്തെ ആണവ പരീക്ഷണത്തിന്റെ പ്രിൻസിപ്പൽ അഡ്വൈസർ. ഒന്നാമത്തത് 1974 രണ്ടാമത്തത് 1998 മെയ് 11 മുതൽ 13 വരെ അതിന്റെ പ്രിൻസിപ്പൽ അഡ്വൈസർ ആയിരുന്നു. അതുപോലെ പുരാ പദ്ധതിയുടെ സ്ഥാപകൻ. പുരാ പദ്ധതിയുടെ പൂർണ്ണരൂപം എന്താ? പ്രൊവൈഡിംഗ് അർബൻ അമ്യൂണിറ്റീസ് ഇൻ റൂറൽ ഏരിയാസ്. അപ്പൊ പുരാ പദ്ധതിയുടെ സ്ഥാപകൻ ആരാണ്? APJ അബ്ദുൽ കലാമാണ്. അതുപോലെ SLV-3 സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ 3 നിർമ്മിച്ചു. നമ്മുടെ രോഹിണി എന്ന സാറ്റലൈറ്റിനെ ഭ്രമണപഥത്തിൽ എത്തിച്ച റോക്കറ്റാണ് SLV-3. അതിന്റെ നിർമ്മാണത്തിലെ പ്രധാന പങ്കാളിയായിരുന്നു. പൃഥ്വി, തേജസ്, നാഗ് എന്നീ മിസൈലുകൾ വികസിപ്പിച്ചതാരാണ്? APJ അബ്ദുൽ കലാമാണ്. അതുപോലെ അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായിട്ടുള്ള ന്യൂസ് പേപ്പർ ആണ് ബില്യൺ ബീറ്റ്സ്. എന്താ പേര്? ബില്യൺ ബീറ്റ്സ്. അപ്പോ ഇന്ത്യയുടെ 2ാമത്തെ ആണവ പരീക്ഷണത്തിന്റെ പ്രിൻസിപ്പൽ അഡ്വൈസർ ആരായിരുന്നു? APJ അബ്ദുൽ കലാം ആയിരുന്നു. ഇന്ത്യയുടെ 2ാമത്തെ ആണവ പരീക്ഷണത്തിന്റെ പ്രിൻസിപ്പൽ അഡ്വൈസർ അദ്ദേഹത്തിന്റെ. അതുപോലെ പുരാ പദ്ധതിയുടെ സ്ഥാപകൻ അദ്ദേഹമാണ്. പ്രൊവൈഡിംഗ് അർബൻ അമ്യൂണിറ്റീസ് ഇൻ റൂറൽ ഏരിയാസ്. SLV-3 നിർമ്മിച്ചു. പൃഥ്വി, തേജസ്, നാഗ് മിസൈലുകൾ നിർമ്മിച്ചു. ന്യൂസ് പേപ്പർ ആണ് ബില്യൺ ബീറ്റ്സ്. അദ്ദേഹത്തിന്റെ ഫേമസ് ആയിട്ടുള്ള പുസ്തകങ്ങൾ ഏതൊക്കെയാണ്? അഗ്നിച്ചിറകുകളാണ് ആത്മകഥ, വിങ്സ് ഓഫ് ഫയർ. ജ്വലിക്കുന്ന മനസ്സുകൾ അഥവാ ഇഗ്നൈറ്റഡ് മൈൻഡ്സ് എല്ലാവർക്കും അറിയാം. ഇൻസ്പയറിംഗ് തോട്ട്സ് അല്ല, തോട്ട്സ് ചിന്തകൾ. ടേണിംഗ് പോയിന്റ്, എ ജേർണി ത്രൂ ചാലഞ്ചസ്. അതൊക്കെ ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. പെട്ടെന്ന് കേൾക്കുമ്പോൾ ഇതാരുടെ എന്ന് വിചാരിക്കും അല്ലെ? ടേണിംഗ് പോയിന്റ്, എ ജേർണി ത്രൂ ചാലഞ്ചസ്. ഇഗ്നൈറ്റഡ് മൈൻഡ്സ്, വിങ്സ് ഓഫ് ഫയർ, ഇൻസ്പയറിംഗ് തോട്ട്സ് ഇതൊക്കെ APJ അബ്ദുൽ കലാമിന്റെ പുസ്തകങ്ങളാണ്. നമുക്കൊന്നും കൂടെ അദ്ദേഹത്തിനെ പറ്റിയുള്ള പോയിന്റ്സ് നോക്കാം. 1931 ഒക്ടോബർ 15 തമിഴ്നാട്ടിലെ രാമേശ്വരത്ത് ജനിക്കുന്നു. ഒക്ടോബർ 15 ലോക വിദ്യാർത്ഥി ദിനം. ഇന്ത്യയുടെ 11ാമത് രാഷ്ട്രപതിയാണ്. ശാസ്ത്രജ്ഞനായ ആദ്യ രാഷ്ട്രപതിയാണ്. മിസൈൽ മാൻ ഓഫ് ഇന്ത്യയാണ്. മേജർ ജനറൽ പൃഥ്വിരാജാണ്. ജനങ്ങളുടെ രാഷ്ട്രപതിയാണ്.
സിയാച്ചിൻ ഗ്ലേസിയർ സന്ദർശിച്ച ആദ്യ ഇന്ത്യൻ രാഷ്ട്രപതിയാണ്. അന്തർവാഹിനിയിലും യുദ്ധവിമാനത്തിലും യുദ്ധ ടാങ്കിലും സഞ്ചരിച്ച ആദ്യ രാഷ്ട്രപതിയാണ്. കേരളത്തിന് 10 കർമ്മപരിപാടികൾ നൽകി. ISROയിലെയും DRDOയിലെയും ശ്രേഷ്ഠ പദവികൾ അലങ്കരിച്ചു. 1997 ഭാരതരത്നം ലഭിച്ചു. ഇന്ത്യയുടെ 2ാമത്തെ ആണവ പരീക്ഷണത്തിന്റെ പ്രിൻസിപ്പൽ അഡ്വൈസർ ആയിരുന്നു. പുരാ പദ്ധതിയുടെ സ്ഥാപകനായിരുന്നു. SLV-3യുടെ നിർമ്മാണത്തിൽ പ്രധാന പങ്കുവഹിച്ച വ്യക്തിയാണ്. പൃഥ്വി, അഗ്നി, തേജസ് നാഗ് മിസൈലുകളുടെ പ്രൊജക്ട് ഡയറക്ടർ ആയിരുന്നു. അതുപോലെ ന്യൂസ് പേപ്പർ, അദ്ദേഹം പുറത്തിറക്കിയ ന്യൂസ് പേപ്പറാണ് ബില്യൺ ബീറ്റ്സ്. പുസ്തകങ്ങൾ അഗ്നിച്ചിറകുകൾ, ഇൻസ്പയറിംഗ് തോട്ട്സ്, ടേണിംഗ് പോയിന്റ്, എ ജേർണി ത്രൂ ചാലഞ്ചസ്, അതുപോലെ വിങ്സ് ഓഫ് ഫയർ. ആത്മകഥയാണ് വിങ്സ് ഓഫ് ഫയർ. അടുത്ത വ്യക്തി രാജാരാമണ്ണയാണ്. ഫാദർ ഓഫ് ഇന്ത്യൻ ആറ്റം ബോംബ്. അറ്റം ബോംബ് അല്ല, ആറ്റം ബോംബിന്റെ പിതാവാണ് കേട്ടോ. ഇന്ത്യൻ ആറ്റം ബോംബിന്റെ പിതാവാണ് രാജാരാമണ്ണ. അതായത് ഇന്ത്യയുടെ ആദ്യത്തെ ആറ്റം ബോംബ് പരീക്ഷണത്തിന്റെ തലവൻ അദ്ദേഹമായിരുന്നു. 1974 മെയ് 18 പൊഖ്രാൻ, രാജസ്ഥാനിലെ പൊഖ്രാൻ മരുഭൂമിയിലാണ് ബുദ്ധ സ്മൈലിംഗ് എന്ന പേരിൽ ഇന്ത്യയുടെ ആദ്യത്തെ ആറ്റം ബോംബ് പരീക്ഷണം നടന്നത്. അപ്പൊ അതിന്റെ തലവനായിരുന്നു രാജാരാമണ്ണ. അതുകൊണ്ടാണ് അദ്ദേഹം ഇന്ത്യൻ ആറ്റം ബോംബിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. അപ്പൊ ആദ്യത്തെ ആറ്റം ബോംബ് പരീക്ഷണം 1974 മെയ് 18 പൊഖ്രാൻ മരുഭൂമിയിലായിരുന്നു. ബുദ്ധ സ്മൈലിംഗ്. ഓക്കെ, അപ്പൊ രാജാരാമണ്ണയാണ് ഇന്ത്യൻ ആറ്റം ബോംബിന്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത്. അടുത്ത ആളാണ് പ്രഫുല്ല ചന്ദ്ര റോയ്. ഇപ്പൊ ഇത്രയും നേരം നമ്മൾ ഫിസിക്സിന്റെ ആൾക്കാരെ കുറിച്ച് പറഞ്ഞു, ബോട്ടണിയുടെ ആൾക്കാരെ കുറിച്ച് പറഞ്ഞു, ഇനി മാത്സ് പറഞ്ഞു. ഇനി നമുക്ക് പറയാനുള്ളത് ഒരു കെമിസ്ട്രി, ഫാദർ ഓഫ് ഇന്ത്യൻ കെമിസ്ട്രി, ഒരു കെമിസ്ട്രിനെ കുറിച്ചാണ്. ഇന്ത്യൻ രസതന്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് പ്രഫുല്ല ചന്ദ്ര റോയ്. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇന്ത്യൻ രസതന്ത്രത്തിന്റെ പിതാവ് പ്രഫുല്ല ചന്ദ്ര റോയ്. ഇന്ത്യയിലെ ആദ്യത്തെ ഒരു മരുന്ന് കമ്പനിയായ ബംഗാൾ കെമിക്കൽസ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽസ് 1901 സ്ഥാപിച്ച വ്യക്തിയാണ് പ്രഫുല്ല ചന്ദ്ര റോയ്. ഫൗണ്ടർ ഓഫ് ബംഗാൾ കെമിക്കൽസ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽസ്, ഇന്ത്യയിലെ ആദ്യത്തെ മരുന്ന് കമ്പനി. അദ്ദേഹമാണ് മെർക്കുറസ് നൈട്രേറ്റ് കണ്ടുപിടിച്ചത്. ആരാണ്? HGS അല്ല, മെർക്കുറസ് നൈട്രേറ്റ്. സമവാക്യം ഞാൻ മറന്നുപോയി. മെർക്കുറസ് നൈട്രേറ്റ് കണ്ടെത്തിയത് നമ്മുടെ പ്രഫുല്ല ചന്ദ്ര റോയ് ആണ്. ഇന്ത്യൻ കെമിക്കൽ സൊസൈറ്റിയുടെ സ്ഥാപക പ്രസിഡന്റ്. ഇന്ത്യൻ കെമിക്കൽ സൊസൈറ്റിയുടെ ആരാണ്? പ്രഫുല്ല ചന്ദ്ര റോയ് ആണ് കേട്ടോ. ഇന്ത്യൻ കെമിക്കൽ സൊസൈറ്റിയുടെ സ്ഥാപകൻ പ്രഫുല്ല ചന്ദ്ര റോയ്. അപ്പം ഫാദർ ഓഫ് ഇന്ത്യൻ കെമിസ്ട്രി, ഇന്ത്യൻ കെമിക്കൽ സൊസൈറ്റിയുടെ സ്ഥാപകൻ എന്നൊക്കെ കണ്ടാൽ പ്രഫുല്ല ചന്ദ്ര റോയ് ആണ്. അദ്ദേഹമാണ് ഇന്ത്യയിലെ ആദ്യത്തെ മരുന്ന് കമ്പനിയായ ബംഗാൾ കെമിക്കൽസ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽസ് സ്ഥാപിച്ചത് 1901. മെർക്കുറസ് നൈട്രേറ്റ് കണ്ടുപിടിച്ചതും പ്രഫുല്ല ചന്ദ്ര റോയ് ആണ്. അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരു ബംഗാളി രസതന്ത്രജ്ഞന്റെ, അപ്പൊ രസതന്ത്രജ്ഞൻ എന്നൊക്കെ കണ്ടാൽ തന്നെ പ്രഫുല്ല ചന്ദ്ര റോയിനെ ഓർക്കുക. ഒരു ബംഗാളി രസതന്ത്രജ്ഞന്റെ ജീവിതവും അനുഭവങ്ങളും, അതാണ് ആത്മകഥ. ഹിന്ദു രസതന്ത്രത്തിന്റെ ചരിത്രം എന്നൊരു പുസ്തകവും രചിച്ചിട്ടുണ്ട്. ഹിന്ദു രസതന്ത്രത്തിന്റെ ചരിത്രം എന്നൊരു പുസ്തകമുണ്ട്. ഒരു ബംഗാളി രസതന്ത്രജ്ഞന്റെ ജീവിതവും അനുഭവങ്ങളും, ആത്മകഥയാണ് കേട്ടോ. ഒരു ബംഗാളി രസതന്ത്രജ്ഞന്റെ ജീവിതവും അനുഭവങ്ങളും അദ്ദേഹത്തിന്റെ ആത്മകഥയാണ്. ഹിന്ദു രസതന്ത്രത്തിന്റെ ചരിത്രം എന്നൊരു പുസ്തകവും രചിച്ചിട്ടുണ്ട്. അടുത്ത വ്യക്തിയാണ് ചിന്താമണി നാഗേശ രാമചന്ദ്ര റാവു. അത്ര ഫേമസ് അല്ല, എങ്കിലും പഠിക്കണം. ചിന്താമണി എന്ന് ആലോചിച്ചാൽ മതി. ചിന്താമണി നാഗേശ രാമചന്ദ്ര റാവു ജവഹർലാൽ നെഹ്റു സെന്റർ ഫോർ അഡ്വാൻസ്ഡ് സയന്റിഫിക് റിസർച്ച് സ്ഥാപിച്ചു. ജവഹർലാൽ നെഹ്റു സെന്റർ ഫോർ അഡ്വാൻസ്ഡ് സയന്റിഫിക് റിസർച്ചിന്റെ സ്ഥാപകൻ ചിന്താമണി നാഗേശ രാമചന്ദ്ര റാവു. 2014 ഭാരതരത്നം ലഭിച്ചിട്ടുണ്ട്. അത്ര ഇമ്പോർട്ടന്റ് അല്ല എന്ന് ഞാൻ പറഞ്ഞത് എടുക്കണ്ട, ഇമ്പോർട്ടന്റ് തന്നെയാണ്, പഠിച്ചോളൂ. ചിന്താമണി നാഗേശ രാമചന്ദ്ര റാവു, ജവഹർലാൽ നെഹ്റു സെന്റർ ഫോർ അഡ്വാൻസ്ഡ് സയന്റിഫിക് റിസർച്ച് സ്ഥാപിച്ചത് ചിന്താമണിയാണ്. 2014 ഭാരതരത്നം ലഭിച്ചു. അടുത്ത വ്യക്തിയാണ് ഹർഗോവിന്ദ് ഖുരാന. 1968 വൈദ്യശാസ്ത്രത്തിന് നൊബേൽ പ്രൈസ് ലഭിച്ച വ്യക്തിയാണ് ഹർഗോവിന്ദ് ഖുരാന. അദ്ദേഹത്തിന്റെ കണ്ടുപിടുത്തം ജനിതക കോഡാണ് കേട്ടോ. അദ്ദേഹത്തിന് മറ്റൊരു വിശേഷണം കൂടിയുണ്ട്, ഫാദർ ഓഫ് ആർട്ടിഫിഷ്യൽ ജീൻ. അപ്പം ജീൻ എഡിറ്റിംഗ് അല്ലെ, ജനിതക കോഡ് കണ്ടുപിടിച്ചത് ആരാണ്? ഹർഗോവിന്ദ് ഖുരാനയാണ്. അദ്ദേഹത്തിന് വൈദ്യശാസ്ത്രത്തിന് 1968 നൊബേൽ സമ്മാനവും ലഭിച്ചു. ഫാദർ ഓഫ് ആർട്ടിഫിഷ്യൽ ജീൻ എന്നാണ് ഹർഗോവിന്ദ് ഖുരാന അറിയപ്പെടുന്നത്. അടുത്ത വ്യക്തിയാണ് ഡോക്ടർ വിക്രം സാരാഭായ്. എല്ലാവർക്കും അറിയണ്ടാവും, ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണത്തിന്റെ പിതാവ്. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണത്തിന്റെ പിതാവ് ആരാണ്? വിക്രം സാരാഭായ് ആണ്. ഇന്ത്യയുടെ ISROയുടെ ആദ്യ ചെയർമാൻ. അതുപോലെ നമ്മുടെ VSSC തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം,
വിക്രം സാരാഭായ് സ്പേസ് സെന്റർ അല്ലെ, VSSCയുടെ സ്ഥാപകൻ. അദ്ദേഹത്തിന്റെ ജന്മദിനം ഓഗസ്റ്റ് 12 ഓഗസ്റ്റ് 12 നമ്മൾ എന്തായിട്ടാണ് ആചരിക്കുന്നത്? ഇന്ത്യൻ റിമോട്ട് സെൻസിംഗ് ദിനമായിട്ടാണ്. അപ്പൊ വിക്രം സാരാഭായുടെ ജന്മദിനമായ ഓഗസ്റ്റ് 12 ഇന്ത്യൻ റിമോട്ട് സെൻസിംഗ് ഡേ ആണ്. 1966 അദ്ദേഹത്തിന് പത്മഭൂഷൺ ലഭിക്കുകയുണ്ടായി. 1972 പത്മവിഭൂഷണം കിട്ടി. അഹമ്മദാബാദിൽ ഒരുപാട് സ്ഥാപനങ്ങൾ ഇദ്ദേഹം സ്ഥാപിച്ചിട്ടുണ്ട്. അഹമ്മദാബാദിൽ ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറി, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ്, കമ്മ്യൂണിറ്റി സയൻസ് സെന്റർ, ഇതൊക്കെ ഇദ്ദേഹത്തിന്റെ സ്ഥാപനങ്ങളാണ്. തിരുവനന്തപുരത്ത് VSSC വിക്രം സാരാഭായ് സ്പേസ് സെന്റർ. ഹൈദരാബാദിൽ ഇലക്ട്രോണിക്സ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് സ്ഥാപിച്ചു. ജാദുഗുഡയിൽ യുറേനിയം കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് സ്ഥാപിച്ചു. കൊൽക്കത്തയിൽ വേരിയബിൾ എനർജി സൈക്ലോട്രോൺ പ്രൊജക്ട് സ്ഥാപിച്ചു. അപ്പൊ സൈക്ലോട്രോൺ പ്രൊജക്ട് എന്നൊക്കെ കണ്ടാൽ വിക്രം സാരാഭായിനെ ഓർക്കുക. അപ്പൊ വിക്രം സാരാഭായിനെ കുറിച്ച് ഒന്നും കൂടെ മനസ്സിലാക്കാം. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ ശാസ്ത്രത്തിന്റെ പിതാവാണ് നമ്മുടെ ഡോക്ടർ വിക്രം സാരാഭായ്. ISROയുടെ ആദ്യ ചെയർമാനാണ്. തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം VSSC സ്ഥാപിച്ചത് അദ്ദേഹമാണ്. അദ്ദേഹത്തിന്റെ ജന്മദിനമായ ഓഗസ്റ്റ് 12 ഇന്ത്യയിൽ റിമോട്ട് സെൻസിംഗ് ഡേ ആയിട്ട് ആചരിക്കുന്നത്. 1966 പത്മഭൂഷൺ ലഭിച്ചു. മരണാനന്തര ബഹുമതിയായി 1972 പത്മവിഭൂഷണം ലഭിച്ചു. അഹമ്മദാബാദിൽ ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറി, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ്, കമ്മ്യൂണിറ്റി സയൻസ് സെന്റർ, അതുപോലെ തിരുവനന്തപുരത്ത് വിക്രം സാരാഭായ് സ്പേസ് സെന്റർ, ഹൈദരാബാദിൽ ഇലക്ട്രോണിക്സ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ്, ജാദുഗുഡയിൽ യുറേനിയം കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ്, കൊൽക്കത്തയിൽ വേരിയബിൾ എനർജി സൈക്ലോട്രോൺ പ്രോജക്ട് എന്നിവ സ്ഥാപിച്ചു. അടുത്ത വ്യക്തിയാണ് ECG സുദർശൻ. പ്രകാശത്തെക്കാൾ വേഗതയിൽ സഞ്ചരിക്കുന്ന കണങ്ങളായ ടാക്കിയോൺസിനെ കണ്ടെത്തിയത് ആരാണ്? ECG സുദർശനാണ്. അതുപോലെ സീറോ ഇഫക്റ്റ് റിലേറ്റഡ് ടു ഫോട്ടോൺസ് കണ്ടെത്തിയതും ECG സുദർശനാണ്. അപ്പൊ പ്രകാശത്തെക്കാൾ വേഗതയിൽ സഞ്ചരിക്കുന്ന ടാക്യോൺസ് എന്ന കണങ്ങളെ കണ്ടെത്തിയത് ECG സുദർശൻ. അപ്പൊ ഇത്രയും ആൾക്കാരെ കുറിച്ചാണ് നമുക്ക് ഈ ഒരു ക്ലാസ്സിൽ പഠിക്കാനുള്ളത്. ഒരുവിധപ്പെട്ട എല്ലാ ഫേമസ് ഇന്ത്യൻ സയന്റിസ്റ്റിനെ കുറിച്ചും ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത്രയെങ്കിലും നിങ്ങൾ മിനിമം പഠിച്ചിരിക്കണം. ഓക്കെ, അപ്പൊ അടുത്ത ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്കുമായിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ, ഓൾ ദ ബെസ്റ്റ് ആൻഡ് താങ്ക് യു.